ഇന്ന് ഈ കാണുന്ന കുട്ടിയുടെ തലയിലാണ് നമ്മളൊരു താജ്മഹൽ പണിയാൻ പോകുന്നത്. ഫ്രണ്ടിൽ ലാമ്പ് വെച്ചേക്കുന്ന ലൈറ്റും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടെ വാരിക്കെട്ടി മുകളിലൊരു കെട്ട് താഴെ ഒരു കെട്ട്, എന്നിട്ട് അറഞ്ചും പുറഞ്ചും കത്രിക എടുത്തങ്ങ് വെട്ടും. ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇതിന് മുന്നേ എനിക്ക് വലിയ വെട്ടി പരിചയമൊന്നുമില്ല. പിന്നെ ഈ ഉള്ളതെല്ലാം കൂടെ അഴിച്ചിട്ടിട്ട് പിന്നെ നമ്മളൊരു ചെറിയ സെക്ഷൻ ബാക്കിലോട്ട് ഇട്ടിട്ട് വേണം ബാക്കി ഫ്രണ്ടിലോട്ട് ഇടാൻ. അപ്പോൾ എനിക്ക് ആക്ച്വലി അത് എത്ര എടുത്തിട്ടും അവളുടെ മുടിയിൽ വകുപ്പ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ സഹായ ഹസ്തം തേടി. ആ ഹസ്തമാണിപ്പോൾ ചീവിക്കൊണ്ടിരിക്കുന്നത് അവളുടെ മുടി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ബാക്ക് ടു നോർമൽ. മേളിൽ കെട്ടുക, താഴെ കെട്ടുക, പിന്നെ ഒന്നും നോക്കാതെ സ്ട്രെയിറ്റ് അങ്ങ് വെട്ടുക. ഈ കോൺഫിഡൻസ് കണ്ടതിന് മുന്നേ എനിക്ക് നല്ല വെട്ടി പരിചയമുള്ള പോലെ തോന്നും. അല്ല, ഞാൻ ഇവളുടെ മുടിയിലാണ് വെട്ടി പഠിക്കുന്നത്. പിന്നെ അഴിക്കുക. പിന്നെ നമ്മൾ ചെവിയുടെ മുകളിൽ നിന്ന് വേണം അടുത്ത വകുപ്പെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മളെല്ലാം കൂടി എടുത്ത് വെച്ചു, അത് കഴിഞ്ഞ് ചെവിയുടെ താഴേന്ന്, ഇനി ചെവിയുടെ മുകളിൽ നിന്ന്. പിന്നെ അതേപോലെ തന്നെ കെട്ടുക, താഴെ കെട്ടുക, സ്ട്രെയിറ്റ് ഒക്കെ വെട്ടുക. രണ്ടുപേരുടെ മുഖം ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് മുടി ചെയ്യുക. ഇതെല്ലാം കൂടെ അഴിച്ച് നിരത്തി ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഇനി തലയിൽ മുടി ബാക്കിയില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ബാക്കിലുള്ള മുടി കൂടെ അങ്ങ് വെട്ടിക്കളയാം. പക്ഷെ ഇങ്ങനെയൊക്കെയാണോ വെട്ടേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ വിശ്വസിച്ചിരിക്കുന്ന ഇവളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ബാക്കിൽ അവിടെ ഇവിടെ ഒക്കെ ഞാൻ വെട്ടി കളയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് വെട്ടുന്നതെന്ന് ഒരു കാൽക്കുലേഷനും ഇല്ലാതെ വെട്ടോ. കുറച്ചിങ്ങനെ വലിച്ചു നോക്കുമ്പോൾ നീണ്ട മുടി വരുന്നുണ്ടെങ്കിൽ നീട്ടി വെട്ടുന്നു. പിന്നെ നമ്മൾ അടുത്തത് ഏകദേശം ബാക്കിലത്തെ എല്ലാം വെട്ടിയതിന് ശേഷം നമുക്കിനി ഫ്രണ്ടിലത്തെ മുടിയും കൂടെ വെട്ടിക്കളയാം. അവസാനം മൊട്ടച്ചിയാക്കി മാറ്റണം. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ ചീവലും വകുപ്പെടുക്കലും വെട്ടലിന് ശേഷം അവസാനം മുടി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.